ഹലോ, നമ്മുടെ സഹമുറിയനും ആയ ഡോക്ടർ സന്ദീപ് ജി നമ്മുടെ ചൈനീസ് വൻമതിലിൽ, ലോകാത്ഭുതമായ ചൈനീസ് വൻമതിലിൽ കാലുകുത്തിക്കൊണ്ട് വളരെ അഭിമാനപൂർവ്വം കീഴടക്കിയിരിക്കുകയാണ്. അഭിമാനകരമായ മുഹൂർത്തം. ഓക്കെ, ഇനിയും മുന്നോട്ട് കയറും. ഇതൊന്നും ഒരു കയറ്റമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദീപ് ജി. അപ്പോൾ വളരെ സാഹസ്യം, അത്ര സാഹസ്യം എന്ന് പറയാനില്ല എങ്കിൽ പോലും സാഹസ്യം തന്നെയാണ് കയറ്റം. സാഹസികമല്ലെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏഴാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ 6 വർഷക്കാലം വിവിധ ഡൈനാസ്റ്റികൾ പണി കഴിപ്പിച്ച് നിരന്തരമായി നിർമ്മിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു 21,196 കിലോമീറ്റർ നീളം. അപ്പോൾ ഇന്ത്യയുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദൂരത്തിൻ്റെ ഏകദേശം ഒരു 10 ഇരട്ടിയോളം ഒരു ഏകദേശ ധാരണ കിട്ടാൻ ഓർത്ത് നോക്കണം. അപ്പോൾ അത് ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ വസ്തുവാണ്. അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുമാണ്. കുട്ടികൾ പോലും വളരെ അഭിമാനത്തോടു കൂടി നമ്മളെ ചൈനീസ് വൻമിഴൻ കീഴടക്കി നിൽക്കുകയാണ്. ഓക്കെ, ഓ അപ്പോൾ കുട്ടികൾക്ക് പോലും അത്രയും അഭിമാനമാണ് എങ്കിൽ ഓർക്കണം മറ്റുള്ളവരുടെ കാര്യം. ബൈ ബൈ, ഹലോ ബൈ. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്, അതിഗംഭീരമായ കാഴ്ചയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ചൈനീസ് വൻമതിലിൻ്റെ ഒരു ഭാഗം, ബാദലിംഗ് പാസിൻ്റെ മുകളിലുള്ള ഭാഗം കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്, അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. നല്ല തിരക്കാണ്. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ചൈനീസ് വൻമതിൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതങ്ങനെ നീണ്ടു പോവുകയാണ്. പറഞ്ഞില്ലേ, 21,000 കിലോമീറ്റർ ദൂരം പോകാനാണെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ചൈനീസ് വൻമതിൽ കണ്ടിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു കാര്യം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതിമനോഹരമാണ്. ഡെൻസ് ഫോറസ്റ്റാണ്, ഡെൻസ് ഫോറസ്റ്റാണ്. അധികം പൊക്കമില്ലാത്ത മരങ്ങൾ, പക്ഷെ വളരെ ഭംഗിയുള്ള മരങ്ങൾ. നമ്മളെ പശ്ചിമഘട്ടത്തിലൊക്കെ ഉള്ളതുപോലെ അമ്പരചുംബികളായിട്ടുള്ള മരങ്ങളല്ല. പൈൻ മരങ്ങൾ പൂത്ത് കാച്ച് നിൽക്കുന്നു. അത് ദേവദാരുവ അല്ല, പൈൻ. പൈൻ മരങ്ങൾ. ഫോട്ടോ പോയിന്റുകളിലെല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ബാദലിംഗ് എന്നുള്ള സ്ഥലത്ത് ഉള്ള ചൈനീസ് വൻമതിലിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പർവ്വത ഭാഗത്തിൻ്റെ പേര് യൻഷൻ. യൻഷൻ പർവ്വതത്തിൻ്റെ മനോഹാരിത, വശ്യമനോഹാരിതയിലൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൻഷൻ വളരെ മനോഹരമായ പ്രകൃതിയാണ്. പർവ്വതങ്ങൾ നല്ല ഗ്രീനറിയുള്ള ഇതാണ്, ഭംഗിയുള്ളതാണ്. അധികം പൊക്കമില്ലാത്ത മരങ്ങൾ, പക്ഷേ നല്ല ഗ്രീനറിയുള്ള മരങ്ങൾ. അപ്പോൾ യൻഷൻ പർവ്വതത്തിലുള്ള പ്രത്യേകതയുള്ള മരങ്ങളാണ്. മറ്റെങ്ങും കാണാത്ത മരങ്ങളായിരിക്കണം. മുകളിൽ ഒരു ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മാലിന്യമുക്തമായി പരിപാലിക്കപ്പെടുന്നു. എന്തു തന്നെ പറഞ്ഞാലും ചൈനീസ് ജനത അവരുടെ രാജ്യത്തോട് എത്രയും രാജ്യസ്നേഹം ഉള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജനങ്ങളും പൊതുവെ നല്ല സൗഹൃദം ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാം വളരെ സൗഹൃദത്തോടു കൂടിയാണ് പെരുമാറുന്നത്.
രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയ ശത്രുത അല്ലെങ്കിൽ ശത്രുത ഉണ്ടെന്നുള്ള ഒരു തോന്നൽ അതൊന്നും ജനങ്ങൾക്ക് തമ്മിൽ കാണുന്നില്ല. ഞാനിപ്പോൾ ഇന്ത്യനാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും കുട്ടികളൊക്കെ വളരെ യുവാക്കളും ഒക്കെ തന്നെ മുതിർന്നവരും വളരെ സന്തോഷത്തോടു കൂടിയും പുഞ്ചിരിയോടുകൂടിയുമാണ് ഹാർദമായാണ് നമ്മളെ അഭിവാദനം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. അപ്പോൾ ഭരണാധികാരികൾ ഒരു കണക്കാലോചിച്ചാൽ ശത്രുതയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ആയിരിക്കും ഒരു പരിധി വരെ. ഓക്കെ, ഇടയ്ക്ക് ഇതേപോലെ ലഘുഭക്ഷണം കഴിക്കാനും സുവനീറുകൾ വാങ്ങാനും ഒക്കെയുള്ള സംവിധാനങ്ങളും കടകളുമൊക്കെ ഉണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം വിട്ടുപോയി, ഒരൊറ്റ ആളിനെയും കാണുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമാണ്. അവരൊന്നെങ്കിലും മുന്നാലെ അവിടെ ചെന്ന് വണ്ടി കയറി ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിറകെ എവിടെയെങ്കിലും ആയിരിക്കും. മിക്കവാറും മുന്നാലെ എത്തി കാണും. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കൊണ്ട് പിറകിലായിപ്പോയി എന്നാണ്. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടാം. ഇതാ ഡിസെൻഡിങ് കേബിൾ കാർ എന്ന് വെച്ചാൽ താഴേക്ക് പോകുന്ന കേബിൾ കാറിലേക്ക് പോകാനുള്ള വഴിയെന്നാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഭാഗ്യത്തിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരുടെയും സഹായം ഇല്ലെങ്കിലും താഴെ ഇറങ്ങി പോകാൻ സാധിക്കും. ഓക്കെ, നല്ല തിരക്കാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം.